ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും 2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ആരംഭിക്കാൻ പോകുന്ന 10th ലെവൽ ലോങ് ടേം ഗോൾഡ് ബാച്ച് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ടാലന്റ് സെർച്ച് എക്സാം നടത്തുകയാണ്. മുമ്പ് ഞാൻ നടത്തിയൊരു ബാച്ചിലേക്ക് ഇതേപോലെ നമ്മളൊരു മോഡൽ എക്സാം നടത്തിയിട്ട് കുറേ പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഇത് ഓൾറെഡി ഒരു ബേസ് ഉള്ളവർക്കല്ലേ ഗുണം ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഭ്യർത്ഥനകൾ മാനിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ആ രീതിയിലല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ടോപ്പിക്സ് ഞാൻ തരും. നമ്മുടെ എൻട്രിയുടെ ടെലഗ്രാം ചാനലിലൂടെയും എൻ്റെ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്നുള്ള ടെലഗ്രാം ചാനലിലൂടെയായിട്ട് ഒരു 5 SCERT ചാപ്റ്ററുകൾ നിങ്ങൾക്ക് തരും. ആ 5 SCERT ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ചാൻസ് ആണെന്ന്, കഴിവുള്ളവർക്ക് എല്ലാവർക്കും ഒരേ ചാൻസ് ആണ്. ഈ ഒരു അവസരം വിനിയോഗിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷയിൽ ആദ്യ 3 റാങ്ക് നേടിയെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ 1 ഇയർ 10th ലെവൽ ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്മിഷൻ നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു അവസരമാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആദ്യ 100 റാങ്കിൽ വരുന്ന മറ്റുള്ളവർക്കും എന്തുണ്ട്, സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു അവസരം വിനിയോഗിക്കുക. നമ്മൾ നടക്കാൻ പോകുന്നത് മെയ് 26-നാണ്. മെയ് 26-ാം തീയതി 7 മുതൽ 8 മണി വരെയുള്ള സമയത്തിനിടയിലാണ്. അപ്പോൾ 7 മുതൽ 8 മണി വരെയുള്ള ആ സമയത്തിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7 to 8 അരമണിക്കൂർ അവിടെ എക്സാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എക്സാമിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം 10 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ഈ 5 ചാപ്റ്ററുകളുമായിട്ട് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 5 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കണം. അത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ PDF-ഉം അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വേണ്ട ചാപ്റ്ററുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള 4ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആ ഒരു ചാപ്റ്റർ. പിന്നെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ള എക്കണോമിക്സ് ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്റർ. പിന്നെ നമ്മുടെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന എന്നുള്ള പേരിൽ തന്നെയുള്ള ഒരു ചാപ്റ്റർ ആണത്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ചാപ്റ്റർ. പിന്നെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അന്നപദത്തിലൂടെ ബയോളജിയിൽ ജീവശാസ്ത്രത്തിൽ അന്നപദത്തിലൂടെ എന്നുള്ള ചാപ്റ്ററാണ്. അഗ്നിപഥം അല്ലേ, അന്നപദമാണ്. അന്നപദത്തിലൂടെ എന്നുള്ള ദഹനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ. പിന്നെ 5ാമത്തത് 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും ഫിസിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ. അങ്ങനെ 5 ചാപ്റ്ററുകൾ. ആദ്യത്തെ 3 ചാപ്റ്ററുകൾ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നത്തെ 2 ചാപ്റ്ററുകൾ സയൻസുമായിട്ട് ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 5 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഉപയോഗിച്ചു, ഞാൻ ഗ്രൂപ്പിൽ തരുന്ന നോട്ട്സ് ഉപയോഗിച്ചും ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അത് പഠിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം 7 മുതൽ 8 മണി വരെയുള്ള സമയത്തിൽ ആ ഒരു 10 മിനിറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഈ 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആദ്യ 3 റാങ്കിൽ എത്തുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, 10th ലെവൽ ലോങ് ടേം ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുകയാണ്. നിങ്ങൾക്കറിയാം 1 ഇയർ ഗോൾഡ് ബാച്ച് ആണ്, വലിയൊരു എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗജന്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള റാങ്കുകളിൽ ആദ്യ 100 റാങ്കിൽ വരുന്ന ആളുകൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫീസ് ഇളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്ന് റാങ്ക് മേക്കർ PSC ടിപ്സ് എന്നാണ് ടെലഗ്രാം ചാനൽ. ടെലഗ്രാമിൽ നിങ്ങൾ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ചാനൽ വരും. ഒരു 10-50,000 ആളുകൾ മുകളിൽ ആളുകളുള്ള ഒരു ചാനൽ വരും. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ചാനലിൽ ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോ യൂട്യൂബിൽ അപ്പായതിനു ശേഷം നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്ത് തരും. അതേപോലെ തന്നെ എൻട്രി ആപ്പ് മലയാളം എന്നുള്ള ടെലഗ്രാം ചാനലുണ്ട്. ഈ ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യും. എന്തായാലും ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതാം. അപ്പോൾ നിങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മുമ്പ് അന്ന് കുറേ അധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ഇങ്ങനെ ഒരു എക്സാം നടത്തിയിട്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരം കിട്ടുന്ന രീതിയിൽ ഒരു എക്സാം നടത്താനൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം പരമാവധി വിനിയോഗിക്കുക. അടുത്ത വർഷം ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം എന്നുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുക്കുക. നമ്മൾ ഒരു വർഷം കൊണ്ട്
സുന്ദരമായി പഠിച്ച് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഓരോ ദിവസവും നിങ്ങൾ വീട്ടമ്മമാരോ വിദ്യാർത്ഥികളോ അല്ലെ നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയമാണ് പഠിക്കാൻ കിട്ടുക. ആ കുറഞ്ഞ സമയം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളൊരു PSC പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടിയെടുക്കാവുന്ന പരുവത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന രീതിയിലൊരു ബാച്ചാണിത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതേപോലെ തന്നെ അല്ലാതെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അത് 7012-133-720 ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പോൾ നന്നായിട്ട് മത്സരിക്കുക, വിജയശ്രീലാളിതരായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. ബൈ.